ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് റമദാൻ നോമ്പിന് 2 ദിവസം മുമ്പത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു കിച്ചണിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല പഴുത്തിട്ടുണ്ടാവുന്നു, എന്നാലും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല മധുരവും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പഴുപ്പിലും നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കട്ട് ചെയ്ത് ഒരു പീസ് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഷാർജയിലുള്ള ഒരു അൽ ജാദ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ആ പാർക്കിൽ പോയിട്ടില്ല. അത് ഷാർജയിലാണോ എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ പാർക്ക് വന്നേക്കുന്നത്. പിന്നെ ദുബായ് മറീനയൊക്കെ പോലത്തെ ആ ഒരു ഏരിയയിലെത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു. പാർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. അങ്ങനെ ലോങ് ആയിട്ടുള്ളൊരു പാർക്കാണ്. ഒരുപാട് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയാസ്, സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു കമ്മ്യൂണിറ്റി പോലെ പുതിയ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലാറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദുബായ് സിറ്റി വാക്കൊക്കെ പോലത്തെ ഒരു ഏരിയ, ഷാർജ ആണോ എന്ന് പോലും നമ്മൾ അതിശയിച്ചു പോവും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് നമ്മളൊരു 9 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഷാർജയിലുള്ള കംപ്ലീറ്റ് ലോക്കൽസിനും പോയിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായിട്ട് തോന്നിയിട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് കയറിയിട്ടുണ്ട്. ഹംദാൻ വന്നിട്ടില്ല, ആൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹാറൂനും ആസിമും വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ഞാൻ എണീപ്പിച്ച് ഹാസിം വണ്ടിയൊക്കെ എടുത്തിട്ടാണ് ഓൾറെഡി വന്നിരുന്നത്. കാരണം സൈക്കിളും സ്കേറ്റിങ്ങിനും ഒക്കെ പറ്റി ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടിയുണ്ട് കേട്ടോ. ഫുഡിന് വേണ്ടിയിട്ട് ഫുഡ് ട്രക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ ഫുഡ് ട്രക്കിനൊക്കെ. അപ്പോൾ ഇക്കായും ഫ്രണ്ടും കൂടിയിട്ട് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയേക്കുവാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഹാസിമും മുതലെടുക്കുകയും ചെയ്തു. നമ്മൾ ചെന്നിരുന്നപ്പോൾ തുടങ്ങിയ ആൾ വണ്ടിയായിട്ട് ആൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോവുക, പിന്നെ സ്കേറ്റിംഗ് ചെയ്യണതിൻ്റെ അകത്തേക്ക് വണ്ടി എടുത്തെറിയുക. ആളെ പെട്ടെന്ന് കാണാതാവട്ടെ. ഇവൻ്റെ പുറകെ ഓടി ഇക്കായും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഓടണമല്ലോ. ഹംനാനുണ്ടായിരുന്നെങ്കിൽ അവനെ വിടായിരുന്നു. ഇക്കായുടെ കൂടെ തന്നെ ഹാറൂനും പോയേക്കാണ്. അങ്ങനെ ഇവനെ കാണാതാവലായിരുന്നു അവിടുത്തെ മെയിൻ പണി. പിന്നെ ഒരു ഫുഡൊക്കെ ആയിട്ട് വന്ന് പിസ്സയും ബർഗറൊക്കെ ആയിരുന്നു നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട്. ശരിക്കും നോമ്പിൻ്റെ പർച്ചേസിങ് ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നു. പക്ഷേ ഞാൻ കരുതി എക്സാമായിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ആകെ ഒരു വീർപ്പുമുട്ടില്ല. അപ്പോൾ ഒന്നൊന്ന് റിലാക്സ് ആവാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഷാർജ മുവൈലയിലാണ് ലൊക്കേഷൻ. അപ്പോൾ ഇതുവരെ വരാത്തവരാണെങ്കിൽ കുട്ടികൾക്ക് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. ഫ്രീ എൻട്രിയുമാണ്. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാത്രിയിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ ഞാനതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ സ്പൂണൊക്കെ വെക്കുന്ന സംഭവം കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ചെറിയ ചെറിയ സ്പൂണുകളും നമ്മളുടെ കത്തി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കാമല്ലോ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്താണ്. പിന്നെ ഇത് പിറ്റേ ദിവസം നോമ്പൊക്കെ പിടിച്ച് ഇടയത്താഴമൊക്കെ എഴുന്നേറ്റ് ഹാറൂനെ പിടിപ്പിച്ചിട്ടില്ല. ഞാനും ഹംദാനും ഞങ്ങൾക്കാണ് നോമ്പുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു കിച്ചൺ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് സമാധാനമല്ലേ. ചെറുപ്പത്തിലേക്ക് നോമ്പ് പിടിച്ച് രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു വിഷമം ഇരിക്കും, അയ്യോ ചായ കുടിക്കാൻ പറ്റില്ലല്ലോ, ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പോൾ രാവിലെ തന്നെ ഒരു റിലാക്സാണ്. ഉച്ചവരെയെങ്കിലും നമുക്ക് ഫ്രീ ആയി കുറച്ച് സമയമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നാടൻ പാൽ വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ദിവസമൊന്നും വാങ്ങിക്കലുണ്ടായിരുന്നില്ല. ഞാൻ 2 ലിറ്റർ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്കത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു മാസം കഷ്ടി അത്രയൊക്കെ വാങ്ങിയുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് മടിയായിട്ട് ഞാനങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നെയ്യ് ഉണ്ടാക്കാനുള്ള ആ ഒരു പാട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നെടുത്ത് കൈയോടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഫ്രീസറിൽ നിന്ന് അതെടുത്ത് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലിറ്റർ പാൽ ഒരുമിച്ച് വാങ്ങിയിട്ട് നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് തിളപ്പിച്ച് അത് ചൂടാറിക്കഴിയുമ്പോൾ അതേ ആ പാത്രത്തിൽ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. എന്നിട്ടൊരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മുകളിൽ അത്യാവശ്യം പാട ഉണ്ടാവും കേട്ടോ.
അത് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഒരു മാസത്തോളമായിട്ട് കളക്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇത്. എന്നിട്ട് അത് നല്ലപോലെ ഐസൊക്കെ ഇട്ടിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് പേസ്റ്റൊക്കെ ആയിട്ട് വരും, അപ്പോൾ അത് എടുക്കരുത്. പിന്നെ നമ്മൾ അടിച്ചടിച്ച് വരുമ്പോൾ ബട്ടർ പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. വെള്ളവും ആ ഒരു ബട്ടറും സെപ്പറേറ്റഡ് ആയിട്ട് വരും. നമുക്ക് അടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, ചിലപ്പോൾ കുറച്ച് കൂടുതൽ നേരം അടിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള വാട്ടർ, അതാണ് കേട്ടോ ബട്ടർ മിൽക്ക്, അത് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് ബട്ടറാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒരു 2-3 തവണ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിൽ പാലിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ബട്ടർ മാറ്റി വെക്കുന്നില്ല. ഇനിയിപ്പോൾ നോമ്പിന് ബട്ടറിൻ്റെ ആവശ്യമില്ലല്ലോ, അതെല്ലാം ഇത് കുറച്ചുള്ളൂ, ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ എന്നിട്ട് ഇത് ഞാൻ ഉടനെ തന്നെ നെയ്യാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളത്തിൽ ഒരു 3 തവണ, നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. വെള്ളം നല്ല ക്ലിയർ വാട്ടറായിട്ട് വരണ വരെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിനെ നമ്മൾ ഉരുക്കി നല്ല ഇളക്കി നെയ്യാക്കി എടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. ഇത് ഇവിടുത്തെ നാടൻ പാലാണ് കേട്ടോ, അൽമറായി ഒന്നുമല്ല. ഇവിടെ അജ്മാനിയിൽ നിന്ന് കൊണ്ടുവരുന്ന നാടൻ പാല് ഇവിടെ സെയിലുണ്ട് കമ്മ്യൂണിറ്റിയുടെ അകത്ത്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു കുറച്ചും കൂടി വാങ്ങി സ്റ്റോർ ചെയ്യാമായിരുന്നു എന്ന്. ഇപ്പോൾ ഇത് വളരെ കുറവാണ്, എന്നാലും അത് ആ പണി അങ്ങോട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഫ്രീ ആവണ സമയത്തല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മെയിനായിട്ട് ഞാൻ വാങ്ങിക്കാൻ പഠിക്കുന്ന കാര്യം, അവർക്ക് പേയ്മെൻറ്റ് ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. ഈവനിങ് ഒരു ടൈമിലൊക്കെ ആയിരിക്കട്ടെ വരണേ. അപ്പോൾ മിക്ക സമയത്തും നമ്മുടെ അടുത്ത് എപ്പോഴും കറക്റ്റായിട്ട് പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അവർ കാർഡൊന്നും എടുക്കില്ല. പിന്നെ എനിക്ക് 2 ലിറ്റർ പാല് വാങ്ങിച്ചാൽ 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡെയിലി വാങ്ങിക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മാസത്തോളം, 1.5 മാസത്തോളമാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ 2-3 ദിവസം കൂടിയിട്ട് അങ്ങനെയാണ് കേട്ടോ വാങ്ങിയത്. പക്ഷേ നാട്ടിലത്തെ പാലിൻ്റെ അത്രയും പാടയും ഇവിടെ കിട്ടുന്നില്ല. ഞാൻ എത്ര തണുപ്പിച്ചെടുത്തിട്ടും പാലിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു പാട കിട്ടുമല്ലോ, അതിൻ്റെ കട്ടിയും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. നാട്ടിലെ പാൽ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു കളറ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയ 2 കിളികൾ നമ്മളുടെ ബാൽക്കണിയിൽ വന്നിരുന്നത് ഒരു വീഡിയോ എടുത്തതാണ്. ഹംദാനും ഹാറൂനും തകൃതിയായിട്ട് പഠിക്കണം. ഒരാൾക്ക് മാത്സും ഒരാൾക്ക് ഹിന്ദി, രണ്ടും ടഫായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അത്യാവശ്യം പഠിക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇക്ക പോയിട്ടുണ്ട്. റമദാൻ ഷോപ്പിംഗായിട്ട് നമ്മൾ സാധനങ്ങൾ, അതായത് ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ ഒന്നും നേരത്തെ പ്ലാൻ ചെയ്ത് വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം പ്ലാൻ ചെയ്യും, 2 ദിവസം മുമ്പ് പുറകെയൊക്കെ നടക്കും. പക്ഷേ മിക്കപ്പോഴും റമദാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എല്ലാം ഒരുമിച്ച് വാങ്ങിക്കുകയൊക്കെ ചെയ്യാറ്. അപ്പോൾ തലേ ദിവസം ആൾക്ക് അർജൻറ്റ് മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒട്ടും അന്ന് പുറത്തേക്ക് പോകാനോ സാധനം വാങ്ങിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. ഞാനും കൂടി ഉണ്ടെങ്കിലല്ലേ കറക്റ്റായിട്ട് എല്ലാം വാങ്ങിക്കാനും പിടിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇറങ്ങാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് എക്സ്ട്രാ നോമ്പിന് വാങ്ങിച്ച് വെക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇക്ക വൈകിട്ട് വരുമ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ചിക്കൻ വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഗ്രാൻഡിൽ നിന്ന്. അങ്ങനെ ഇന്ന് പത്തിരിയും നമ്മുടെ തേങ്ങാപ്പാലൊഴിച്ച് ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് മെയിൻ മെനു ആയിട്ട് ഉണ്ടാക്കണേ. അങ്ങനെ ഒരു 3 ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. ചെറിയ ഗ്ലാസ്സാണ്, 3 ഗ്ലാസ്. 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരോമയുടെ അരിപ്പൊടിയാണ്, അതിൻ്റെ അളവാണ് കേട്ടോ പറയണേ. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 3 ഗ്ലാസ്സിന് 4.5 ഗ്ലാസ് വെള്ളം അങ്ങനെ തിളപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല തിള വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മളുടെ അരിപ്പൊടി ഇട്ട് ഫ്ലെയിം ഒന്ന് നല്ലപോലെ ലോ ആക്കി വെച്ചിട്ട് നല്ലോണം അതിലിട്ട് വാട്ടി എടുക്കണം കേട്ടോ പൊടി. എന്നിട്ട് വാട്ടി ഉടനെ പത്തിരി കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ പത്തിരിയുടെ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റായിട്ട് വരിക. അപ്പോൾ ഉടനെ കുഴയ്ക്കുമ്പോൾ ഭയങ്കര ചൂടുമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇട്ടിട്ടാണ് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാറ്. അപ്പോൾ കൈയും പൊള്ളാതെ അങ്ങനെ കിട്ടുമല്ലോ. അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം താലത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും നമ്മളൊരു 5-10 മിനിറ്റ് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോഴും നല്ല ചൂടായിരിക്കും.
അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് കൈ പൊള്ളുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ കൈയൊന്ന് മുക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചൂടും പോകും, നല്ലപോലെ കുഴച്ചെടുക്കാനും പറ്റും. അങ്ങനെ നല്ലപോലെ കുഴച്ച് പൊടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ബോൾസാക്കി എടുക്കാം. റമദാനിന് മുമ്പ് എക്സാം തീർന്നെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പഠിപ്പിക്കുകയും കൂടി ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കൽ, ഒന്നാമത് ഒരാൾക്ക് ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടാണ്. മൂത്താളുടെ ഹിന്ദി കഴിഞ്ഞു. ഹാറൂനാണെങ്കിലും റീഡ് ചെയ്യുമ്പോൾ ചില വാക്കുകളൊന്നും വായിക്കാനൊന്നും കിട്ടൂല. അപ്പോൾ അത് വന്ന് ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതും നമുക്കൊരു തലവേദനയാണ്. അതൊന്ന് തീർന്ന് കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിരുന്നു കേട്ടോ. ഇതും കൂടി തീർന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റ് വലിയ കുഴപ്പമില്ല. ഇനി സയൻസ്, ഇംഗ്ലീഷ്, മോറൽ എഡ്യൂക്കേഷനൊക്കെയാണ്. അത് പിന്നെ കുഴപ്പമില്ല, നമ്മൾ നോക്കിയില്ലെങ്കിലും അവർ ഹാൻഡിൽ ചെയ്തോളും. ഹിന്ദി, മാത്സൊക്കെ ആകുമ്പോൾ നമ്മൾ നോക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ ബോൾസാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉണ്ടയാക്കി അതൊരുപാട് തണുത്ത് പോവാതെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലൊരു കോട്ടൺ തുണി കൊണ്ട് മൂടിയിട്ട് വെക്കണം കേട്ടോ നമ്മൾ ബോൾസ്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. മാക്സിമം എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് പ്രസ് ചെയ്യണമെങ്കിൽ അതിങ്ങനെ 2 പീസായിട്ടൊക്കെ വരും കേട്ടോ. എനിക്ക് പലപ്പോഴും അങ്ങനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് പത്തിരി ഉണ്ടാക്കാനായിട്ട്. നാട്ടിലാണെങ്കിൽ തന്നെ ഒരുപാട് നാളായി. കട വീട്ടിലൊക്കെ ആണെങ്കിലും പണ്ടൊക്കെ ആണെങ്കിൽ ഉമ്മച്ചി കട ഉമ്മ ആണെങ്കിൽ വാട്ടിത്തരും. ഞാനും കട വൈഫും ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടയിടലും പ്രസ് ചെയ്യലും. അപ്പോഴത്തേനും പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് അതിൽ ചുട്ടെടുക്കുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ എറണാകുളത്ത് പത്തിരി കടകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എപ്പോഴും വാങ്ങിക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നാളായി ഈ ഒരു മെനക്കെട്ട പണിക്ക് ഇറങ്ങിയിട്ട്. എന്നാലൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ 2 പീസായിട്ടൊക്കെ വരൂ പ്രസ് ചെയ്യുമ്പോൾ, അങ്ങനത്തെയൊക്കെ പേടികളാണ് കേട്ടോ. ഞാൻ പരത്തിയെടുക്കണ പരിപാടിയില്ല, എല്ലാം എളുപ്പപ്പണിയാണ്. അങ്ങനെ പ്രസ് ചെയ്ത് കൈയോടെ തന്നെ കുറച്ച് പൊടി തട്ടി അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആസിമിനും ഹാറൂനും ഫുഡൊക്കെ കൊടുത്തതാണ്. പക്ഷേ നോമ്പായിട്ട് നമ്മളെക്കാളും വിശപ്പ് അവർക്കാണ് കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ അലമാരി സെർച്ചിങ്ങാണ്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ തട്ടാൻ വെച്ചിരുന്ന പൊടി എടുത്ത് മൂപ്പര് തലയിലേക്കും മേത്തൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് താഴെയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഈ പണിയൊന്ന് കഴിയട്ടെ എന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി ഒന്ന് തുണിയൊക്കെ ഇട്ട് മൂടി ഒരുപാട് ചൂടാറാതെ അങ്ങനെ വെക്കുന്നുണ്ട്. ഇത് അടുത്ത സെറ്റാണ് കേട്ടോ. അങ്ങനെ ഇത്രയും പത്തിരികൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. രണ്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഗ്രാൻഡിൽ ഞാൻ പറഞ്ഞ ചിക്കനും കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ കൊണ്ടുവന്ന കവറ് വേറെ ആരുടെയോ റൂമിലേക്കുള്ള സാധനങ്ങൾ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സാധനങ്ങളും ഇല്ല. ഭാഗ്യത്തിന് ആ കൊണ്ടുവന്ന പയ്യൻ തിരിച്ച് പോണേക്കാൾ മുമ്പ് തന്നെ ഞാൻ നോക്കുകയും കാണുകയും ചെയ്തതുകൊണ്ട് മൂപ്പരെ ഞാൻ ഓടിപ്പോയി വിളിച്ച്, മോനെ ഇത് ഞാൻ പറഞ്ഞ സാധനങ്ങളല്ലാതും പറഞ്ഞ ആ കവർ അതേപോലെ കൊടുത്തു വിട്ടിട്ടുണ്ട്. 4 മണിയായിട്ട് എനിക്ക് ചിക്കൻ കിട്ടി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഠിച്ചോനെ എന്ത് ചെയ്യും, കറി ആവുമെന്ന് പോലും വിചാരിച്ചു. എന്നാലും അൽഹംദുലില്ലാ 5 മണിയൊക്കെ ആയപ്പോഴത്തേനും 5 മണി 5:30 ആയപ്പോഴത്തേനും കറി സെറ്റായി. പിന്നെ സ്നാക്സ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അത് 1 മണിക്കൂർ കഴിയുമ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മളുടെ ജ്യൂസായിട്ട് ലെമൺ ജ്യൂസും പിന്നെ റൂഹഫ്സ ഉണ്ടല്ലോ, അതും വാട്ടർ മെലണും കൂടി മിക്സ് ചെയ്തിട്ട് ആ രണ്ടും ചെയ്യാമെന്നായിട്ട് വിചാരിച്ചേക്കണം. അപ്പോൾ ലെമൺ ജ്യൂസിലേക്ക് നമ്മളുടെ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ അത് ആഡ് ചെയ്യണം. അത് ഞാനിങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കണം അതിൻ്റെ കളർ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പത്തിരിയും ചുട്ട് ചിക്കൻ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ നിസ്കരിച്ചിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഗ്യാപ്പില്ല ഒന്നിരിക്കാനൊന്നും. കാരണം പത്തിരിപ്പണിയാകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെ പത്തിരി എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞ് ചിക്കനൊക്കെ ഞാൻ കഴുകി. മിക്ക ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് മൂപ്പര് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി എന്നും പറഞ്ഞിട്ടൊരു വാശിയാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഇതേപോലെ നാട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നല്ലപോലെ തിരുമ്മി എടുത്തിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പോൾ 2 തക്കാളി, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും 2 സവാളയും
പിന്നെ എല്ലാ പൊടികളും അതിലേക്ക് തന്നെ ഇടണം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കറിവേപ്പില. എന്നിട്ട് അതിലേക്ക് കഴുകി വെച്ച് ചിക്കനോട്ട് നന്നായിട്ട് തിരുമ്മണം. തിരുമ്മി എടുത്തിട്ട് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കേണ്ടത്. പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ. ഒരു തുള്ളി പോലും വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ട് അത് ഫ്ലെയിം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് തന്നെ ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നാണ് കേട്ടോ അത് വേവണത്. എന്നിട്ട് ഞാൻ ലാസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത്. നല്ല കറിയായിരുന്നു കേട്ടോ. ശരിക്കും വറുത്തരച്ച പോലത്തെ ഒരു കളറും ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ട് പിന്നെ ലാസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത്. സത്യം പറഞ്ഞാൽ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് ഫുഡ് കഴിക്കാറൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിച്ചെടുത്തത്. ഇങ്ങനെ തിരുമ്മി നല്ല മിക്സ് ചെയ്ത് പാകത്തിനാക്കിയിട്ട് അടച്ച് വെച്ച് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആണ് ജ്യൂസിന് ആക്കുന്നത് കേട്ടോ. ഇപ്പോൾ വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട്. അത് നല്ല ചെറിയ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മളുടെ ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ റൂഅഫ്സ. ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള സംഭവമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ നാട്ടിലൊക്കെ വരുമ്പോൾ ഇത് കൊണ്ടുവരായിരുന്നു. ഞങ്ങളാരും കുടിക്കുകയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വീട്ടിൽ ആർക്കും അതിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഹാറൂനടക്കം ഞങ്ങളെല്ലാവരും നല്ലപോലെ കുടിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഫീൽ ചെയ്ത് വാട്ടർ മെലണും കസ്കസും പാലും പിന്നെ റോഫ്സയും കൂടി. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ജ്യൂസ് കേട്ടോ. പിന്നെ ലൈം ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തവണ നമ്മൾ വാങ്ങിയ പഞ്ചസാരയാണെങ്കിൽ കുറച്ച് കല്ല് പോലെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടി നമ്മുടെ ലൈം ജ്യൂസിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ മധുര കാര്യങ്ങളൊന്നും നോക്കിയില്ല, എന്താവുമെന്ന് ഓർത്ത് പേടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ മധുരമൊക്കെ സെറ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 ജ്യൂസും അടിപൊളിയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ആവിയർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവിടെ പകുതി വിലയുള്ളൂ ഗ്രാൻഡിയിലത്തേക്കായൊക്കെ, പക്ഷെ ഫ്രഷ് സാധനം കിട്ടും. ഒരു വലിയ ബോക്സ് അവക്കാഡോനൊക്കെ 10 ദിർഹംസ് 12 ദിർഹംസ് ഒക്കെ ഉള്ളൂ എന്നൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ഫ്രൂട്ട്സിൽ ബെറീസ് എല്ലാം കൂടി ഞാനൊരു പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ സമൂസ പോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അതാണ്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റാൻഡ് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ. പാത്രം കഴുകലിന് ചെറിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. നമ്മൾ 2-3 സംഭവങ്ങൾ ഇതിൽ തന്നെ കൊള്ളും. അങ്ങനെ ഓറഞ്ചും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓറഞ്ച് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. ഇക്കാക്കും പിള്ളേർക്കും അത് വേണം. പിന്നെ നമ്മളുടെ സമൂസ പോക്കറ്റും പിന്നെ ചിക്കൻ റോളാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ ഒരു 5:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം പ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാറൂൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് അങ്ങനെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിലാണ് കഴിഞ്ഞ തവണയൊക്കെ ഹംദാൻ നോമ്പ് തുറന്നത്. അവിടെ നിന്ന് നല്ല ബിരിയാണിയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഈ തവണ അവൻ്റെ ഫ്രണ്ട്സാണെങ്കിലും അവനാണെങ്കിലും ആരും പോണില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ തന്നെ നോമ്പ് തുറക്കുകയാണ് വീട്ടിൽ നിന്ന്. അങ്ങനെ ഞാനെല്ലാം എടുത്ത് വെക്കുന്ന സമയത്ത് ബിരിയാണിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹംദാൻ ഓരോ മിനിറ്റുകളും സെക്കൻഡുകളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സമയം എന്തായി. അപ്പോൾ ഈ ഒരു ലൈമിൻ്റെ കളർ കണ്ടപ്പോൾ ഹംദാൻ ചോദിച്ചു ഇതെന്താണ് ഉമ്മി. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ. അങ്ങനെ ഹാറൂൻ കൊണ്ടുവന്ന ബിരിയാണി വേഗം പാത്രത്തിലേക്കൊക്കെ ഇട്ടു. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അവൻ കഴിക്കാൻ പോയപ്പോൾ ഒക്കെ സമ്മതിച്ചില്ല കേട്ടോ. നമ്മൾക്കൊക്കെ നോമ്പാണ്, ബാങ്ക് കൊടുത്തിട്ട് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണിയൊക്കെ പ്ലേറ്റിലിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഒരാൾ ഓടി വരികയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ കഴിക്കലുണ്ടാ വിചാരിക്കും അവനിക്കായിരുന്നു നോമ്പെന്ന്. ആ മാതിരി അടിയായിരുന്നു കേട്ടോ. അവൻ നല്ലോണം വിശന്നിരിപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഉച്ചയ്ക്കൊന്നും ഒരുപാട് ഫുഡ് ഒഴിക്കാൻ നിന്നില്ല. ഒരൊറ്റ ഫുഡേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് വിശക്കണമെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നോമ്പാണ്, ഒരു നേരമൊക്കെ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നോമ്പ് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മൂപ്പരെ സൈഡാക്കിയൊക്കെ ഇരുന്ന്. അപ്പോൾ ആൾക്ക് കോൺഫ്ലെക്സ് പാല് വേണം, അത് വേണം, ഇത് വേണം. ഇന്നലത്തെ ചോറ് കറിയൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് കുറച്ച് വൈകിയാണ് എണീറ്റത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനങ്ങനെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വന്ന് ചിപ്സ് അതും ഇതൊക്കെ കഴിക്കണ്ടായിരുന്നു. അല്ലാതെ ഒരുപാട് ഫുഡൊന്നും ഞാൻ കൊടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശംഖുപുഷ്പത്തിൻ്റെ ലൈം അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹാറൂൻ അത് വേണമെന്നും പറഞ്ഞ് ഫുള്ളത് അപ്പം തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് അടിക്കാൻ നിന്നിട്ടില്ല. കാരണം എപ്പോഴും കുറച്ച് ബാക്കി വരൽ കൂടുതലാണ്. അപ്പോൾ ആവശ്യത്തിന് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്
അപ്പോൾ മധുരവും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് തുറക്കൽ വളരെ റാഹത്തായിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ പിറ്റേ ദിവസമാണല്ലോ നോമ്പ്, നമുക്കങ്ങനെ ഒരു ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹാസിം ഉറക്കം വന്നെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇവരെല്ലാവരും പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കും പുറത്ത് പോയി വന്നിട്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ തറാവീന് ഇവിടെ തൊട്ടടുത്ത് തന്നെ പള്ളിയാണല്ലോ, അപ്പോൾ എൻ്റെ അടുത്ത് പൊക്കോളാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ തറാവീന് വേണ്ടിയിട്ട് ഞാനും ഹാറൂനും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഹംദാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ പോയത്. അങ്ങനെ പള്ളിയിൽ നല്ല റഷായിരുന്നു. ഞാൻ ബാങ്ക് കൊടുത്ത ഉടനെ എത്തിയതുകൊണ്ട്, ഇഷാ ബാങ്ക് കൊടുത്ത ഉടനെ എത്തിയതുകൊണ്ട് എനിക്ക് സ്പേസ് കിട്ടി. അല്ലെങ്കിൽ അവിടെ സൂചി കുത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു താഴെ. ആണുങ്ങളുടെ സെക്ഷനാണെങ്കിലും നല്ല ജനമായിരുന്നു കേട്ടോ. അങ്ങനെ തറാവിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ 9:30 മണിയൊക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞെത്തിയപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഈ പാർക്കിലെ ഗ്രില്ലിങ് സെക്ഷനാണ് കേട്ടോ. അതൊക്കെ ഫുള്ളായിരുന്നു. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആഫ്രിക്കൻസും പല പല ആൾക്കാരൊക്കെ അങ്ങനെ ഗ്രില്ല് ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴും ഹാറൂനെ കാണുന്നില്ല. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും ഇക്കായും കഴിക്കാനിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് സ്നാക്സ് ഒന്നും കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഒരു ചിക്കൻ റോള് അതൊക്കെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല വിശപ്പുണ്ട് എന്തായാലും. അങ്ങനെ പത്തിരിയും തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറിയും, കുറേ ആയിട്ടാണ് പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ വീട്ടിലുണ്ടാക്കിയത് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും നോമ്പൊക്കെ റാഹത്തായിട്ടിരിക്കട്ടെ. അപ്പം നാട്ടിലുള്ള ഭയങ്കര ചൂടാണ്. നാട്ടിലുള്ളവർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ വിൻ്റർ തിരിച്ചു പോയെങ്കിലും മൂപ്പർ അതേപടി തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ, നല്ല തണുപ്പും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ അൽഹംദുലില്ലാ ഇല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റമദാൻ മുബാറക്ക് നേരുന്നു. എല്ലാവരും ഹാപ്പിയായിട്ട് റാഹത്തായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.